ഭൂമിയെ ലക്ഷ്യമാക്കി ഒരു ഭീമൻ ക്ഷുദ്രഗ്രഹം കുതിച്ചു വരുന്നത് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. മനുഷ്യരാശിയുടെ സർവനാശത്തിന് കാരണമായേക്കാവുന്ന ആ മഹാവിപത്തിനെ തടയാൻ നമുക്ക് കഴിയുമോ? ഇത് കേവലം ഒരു സയൻസ് ഫിക്ഷനായി കണ്ടില്ലെന്ന് നടിക്കാൻ ശാസ്ത്രജ്ഞർക്ക് കഴിയില്ല. ഈ ചോദ്യത്തിന് ശാസ്ത്രലോകം ഇപ്പോൾ കൃത്യമായ ഉത്തരം കണ്ടെത്തുകയാണ്. അതും ഒരു ആണവ സ്ഫോടനത്തിലൂടെ. എങ്ങനെയെന്നറിയണ്ടേ? സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ക്ഷുദ്രഗ്രഹം എന്നാൽ സൗരയൂഥ രൂപീകരണത്തിനു ശേഷം ബാക്കി വരുന്ന സൂര്യനെ വലം വെക്കുന്ന പാറകഷ്ണങ്ങളോ ലോഹനിർമ്മിതമായ വസ്തുക്കളോ ആണ്. ഗ്രഹങ്ങളെ പോലെ നിശ്ചിത ആകൃതിയോ അന്തരീക്ഷമോ ഇവയ്ക്കില്ല. ഏകദേശം 460 കോടി വർഷങ്ങൾക്ക് മുൻപ് സൗരയൂഥം ഉണ്ടായ സമയത്ത് ഗ്രഹങ്ങളായി മാറാൻ കഴിയാതെ പോയ അവശിഷ്ടങ്ങളാണിവ. മിക്ക ക്ഷുദ്രഗ്രഹങ്ങളും അവയുടെ ഭ്രമണപഥത്തിൽ തന്നെ തുടരുമെങ്കിലും ചിലത് മറ്റ് ഗ്രഹങ്ങളുടെ ഗുരുത്വാകർഷണം കാരണം പാത മാറി ഭൂമിയുടെ അടുത്തേക്ക് വരാറുണ്ട്. ഇവ ഭൂമിയിൽ പതിച്ചാൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകാം. പണ്ട് ദിനോസറുകൾ വംശനാശം സംഭവിച്ച് ഇല്ലാതായതും ഒരു കൂറ്റൻ ക്ഷുദ്രഗ്രഹം ഭൂമിയിൽ പതിച്ചതിനാലാണ് എന്ന് കേട്ടിട്ടില്ലേ? 160 മീറ്റർ വ്യാസമുള്ള ഒരു ചിഹ്നഗ്രഹം ചെറുതാണെന്ന് തോന്നാമെങ്കിലും ഇത് ഭൂമിയിൽ പതിച്ചാൽ ഒരു വൻ നഗരത്തെ പൂർണ്ണമായി ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ ഇതിനാകും. സമുദ്രത്തിലാണ് വീഴുന്നതെങ്കിൽ വൻ സുനാമി തിരമാലകൾക്കും കരയിലാണെങ്കിൽ അതിശക്തമായ ഭൂചലനങ്ങൾക്കും ഇത് കാരണമാകും. ഭൂമിക്ക് ഭീഷണിയാകുന്ന ഒരു ക്ഷുദ്രഗ്രഹത്തെ ആണവായുധം ഉപയോഗിച്ച് തകർത്താൽ എന്ത് സംഭവിക്കുമെന്നതിനെക്കുറിച്ച് ശാസ്ത്രജ്ഞർ ഇപ്പോൾ ഒരു ഡിജിറ്റൽ സിമുലേഷൻ പഠനം നടത്തിയിരിക്കുകയാണ്. പ്ലാനറ്ററി സയൻസ് ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിലാണ് ഈ വിവരങ്ങളുള്ളത്. ലോറൻസ് ലിവർമോർ നാഷണൽ ലബോറട്ടറിയിലെ സയന്റിസ്റ്റുകൾ നടത്തിയ പഠനത്തിൽ 160 മീറ്റർ വീതിയുള്ള ക്ഷുദ്രഗ്രഹത്തിന് നേരെ 1 മെഗാടൺ ആണവായുധം പ്രയോഗിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് പരിശോധിച്ചു. അവസാന നിമിഷം മാത്രം കണ്ടെത്തുന്ന ചിഹ്നഗ്രഹങ്ങളെ തകർക്കാൻ ആണവോർജം ഉപയോഗിക്കാമോ എന്ന് ഉറപ്പുവരുത്തുകയായിരുന്നു ലക്ഷ്യം. ക്ഷുദ്രഗ്രഹത്തെ തകർത്താൽ അതിന്റെ അവശിഷ്ടങ്ങൾ ഭൂമിക്ക് വീണ്ടും ഭീഷണിയാകുമോ എന്ന് മനസ്സിലാക്കാൻ 3 വ്യത്യസ്ത സാഹചര്യങ്ങളാണ് അവർ സിമുലേറ്റ് ചെയ്തത്. 3-ൽ 2 സാഹചര്യങ്ങളിലും ഇത്തരം ആണവപ്രഹരം വളരെ ഫലപ്രദമാണെന്നാണ് സിമുലേഷൻ സൂചിപ്പിക്കുന്നത്. വഴി തിരിച്ചുവിടാൻ സമയമില്ലാത്ത വിധം വളരെ വൈകി കണ്ടെത്തുന്ന ക്ഷുദ്രഗ്രഹങ്ങളെ നേരിടാൻ ശാസ്ത്രജ്ഞർക്ക് ഇതൊരു ബദൽ മാർഗമായി ഉപയോഗിക്കാം. ഭൂമിക്ക് നേരെ വരുന്ന എല്ലാ ക്ഷുദ്രഗ്രഹങ്ങൾക്കും സ്ഫോടനാത്മകമായ പ്രതികരണം ആവശ്യമില്ല. അപകടകരമായ ഒരു വസ്തുവിനെ വർഷങ്ങൾക്ക് മുൻപേ കണ്ടെത്തുകയും അതിൻ്റെ സഞ്ചാരപാതയിൽ വളരെ ചെറിയൊരു മാറ്റം വരുത്തുകയുമാണ് ഏറ്റവും അനുയോജ്യമായ പ്രതിരോധ രീതി. സഞ്ചാരപാതയിലെ ചെറിയൊരു മാറ്റം പോലും ക്ഷുദ്രഗ്രഹം ഭൂമിയിൽ പതിക്കാതെ സുരക്ഷിതമായി കടന്നുപോകാൻ സഹായിക്കും. എന്നാൽ പ്രശ്നം എന്തെന്നാൽ ഭീഷണിയാകുന്ന എല്ലാ ക്ഷുദ്രഗ്രഹങ്ങളെയും വർഷങ്ങൾക്ക് മുൻപേ കണ്ടെത്താനാകില്ല. സൂര്യപ്രകാശത്തെ വളരെ കുറഞ്ഞ അളവിൽ മാത്രം പ്രതിഫലിപ്പിക്കുന്ന ഇരുണ്ട ക്ഷുദ്രഗ്രഹങ്ങളെ കണ്ടെത്താൻ പ്രയാസമാണ്. കുറഞ്ഞ സമയത്തിനുള്ളിൽ മാത്രം ഇത്തരം ഒന്നിനെ കണ്ടെത്തിയാൽ ശാസ്ത്രജ്ഞർക്ക് പ്രതിരോധത്തിന് വളരെ കുറഞ്ഞ ഓപ്ഷനുകൾ മാത്രമേ മുന്നിലുണ്ടാകൂ. ഹോളിവുഡ് സിനിമകളിൽ കാണുന്നത് പോലെ ഒറ്റ സ്ഫോടനത്തിൽ ക്ഷുദ്രഗ്രഹം അപ്രത്യക്ഷമാകുന്ന രീതിയിലല്ല ശാസ്ത്രലോകം ഇതിനെ കാണുന്നത്. ആണവ സ്ഫോടനം വഴി ക്ഷുദ്രഗ്രഹത്തിന്റെ ഘടന തകർത്ത് അതിന്റെ കഷ്ണങ്ങളുടെയും വേഗതയുടെയും ദിശയും മാറ്റി ഒരു വൻ ദുരന്തം ഭൂമിയിൽ പതിക്കുന്നത് തടയുകയാണ് ലക്ഷ്യം. പ്ലാനറ്ററി ഡിഫൻസ് അഥവാ ഭൂമിയെ ബാഹ്യശക്തികളിൽ നിന്ന് സംരക്ഷിക്കുന്ന ദൗത്യങ്ങൾക്ക് ഈ പഠനം വലിയ കരുത്തു പകരും. ഭാവിയിൽ ഇത്തരം ഭീഷണി ഉണ്ടായാൽ മനുഷ്യന് പ്രയോഗിക്കാൻ കൃത്യമായൊരു പ്രതിരോധ പദ്ധതിയും ഇതിലൂടെ രൂപീകരിക്കാനാകും.